ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാൻ പോയല്ലോ. നമ്മുടെ ഷാർജ അൽനാദയിൽ പുതിയൊരു കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിരിയാണിയാണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷാർജ അൽനാദയിലുള്ള കഫേ ഗാസലിലാണ് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഇവരിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. അപ്പൊ ബ്രോ ഹായ്, പേരെന്താ? എന്റെ പേര് മൂസിൻ. ഓക്കെ. അപ്പൊ ബ്രോ, നമുക്ക് മെയിൻ ആയിട്ട് അറിയണമെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഐറ്റംസ് എന്തൊക്കെയാ? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ചിക്കൻ ബിരിയാണി, പിന്നെ ഗീ റൈസ്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അങ്ങനെ എല്ലാ ഐറ്റംസും ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ചിക്കൻ എങ്ങനെ ദമ്മാണോ അതോ ഫ്രൈ? എങ്ങനെയാ? ദമ്മല്ല, നമ്മൾ ഫ്രൈ പീസ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ദം ബിരിയാണി അല്ല. ചിക്കൻ ബിരിയാണി ഓറഞ്ച് ജ്യൂസും കൂടെ 16 ദിറത്തിനാണ് ഇപ്പൊ ഒരു ഓഫറിന് കൊടുക്കണേ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അതേ ബിരിയാണി സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ബിരിയാണി ഓൾസോ അടിപൊളിയാണ്. സീരിയസ്ലി ചിക്കൻ വാവ്. ദെൻ ബീഫ് കൊള്ളാം. ഈ പറഞ്ഞ പോലെ മുട്ട ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ബിരിയാണിയിൽ നിന്ന് മുട്ട കിട്ടുന്നത് ഫസ്റ്റ് ടൈം. ഇപ്പൊ ഇവിടെ ഡെലിവറി അത്യാവശ്യം ഈ ബിൽഡിങ്ങിലും ഇതിന്റെ പുറത്തേക്കും നമ്മുടെ ബാക്കിൽ കുറെ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരിത് ഓപ്പൺ ചെയ്തിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. പിന്നെ അത് മാത്രമല്ല, ബർഗേഴ്സ്, സാൻഡ്വിച്ച്, ജ്യൂസ്, ഷേക്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ. എക്സാക്ട് സ്പോട്ട് ഇപ്പൊ എവിടെ വരുന്നത്? ഷാർജ അൽനാദ ഇൻഡസ്ട്രിയൽ ഏരിയ 7. അപ്പോ ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ ദുബായിൽ നിന്ന് ഷാർജ വരെ ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കഫേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.